ഹായ് ഡിയേഴ്സ്, നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്കിന്നൊരു നാടൻ ഫുഡ് റെഡിയാക്കിയാലോ? അതിന് വേണ്ട മെയിൻ ഐറ്റം ദാ ഇപ്പം ഈ കാണുന്നതാണ്. ഇതെന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ചേമ്പിൻ തണ്ടാണേ. നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ പേരും ചേമ്പിന്റെ കിഴങ്ങായിരിക്കും കറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? ചേമ്പിൻ തണ്ടോണ്ട് ഒഴിച്ചു കറി ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവരും കുറച്ചു പേരൊക്കെ കാണും അല്ലേ? നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒഴിച്ചു കറിയല്ല കേട്ടോ. കഴിക്കുമ്പോൾ ഇത് ചേമ്പിൻ തണ്ട് തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന ഒരു ഐറ്റം ആണ്. ഇന്നിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ചേമ്പിന്റെ തണ്ടാണേ. അത് തോല് കളഞ്ഞ് വൃത്തിയിൽ കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ദാ ഈ കാണുന്ന രീതിക്ക് വണ്ണം കുറച്ച് നീളത്തിൽ ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. തോല് കളഞ്ഞതിന് ശേഷമാണ് അത് കഴുകണത് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ചിങ്ങനെ വെള്ളം പറ്റി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ഫുള്ളായിട്ട് കളഞ്ഞിട്ട് വേണം മുറിച്ചെടുക്കാൻ. ഇതിന്റെ തോല് ചീന്തിയെടുക്കാൻ പിന്നെ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു സൈഡിൽ കത്തി കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുമ്പോഴത്തേനും തന്നെ അത് ചീന്തി വരുവേ. ചേമ്പിന്റെ തണ്ട് ഇതുവരെ ഉപയോഗിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അതുപോലെ തന്നെ തോല് നീക്കി ഇത് മുറിച്ചെടുക്കണ സമയത്ത് ചേനയുടെ അത്രയും ഒന്നും ഇല്ലെങ്കിലും ചെറിയൊരു ചൊറിച്ചില് ഈ ചേമ്പിൻ തണ്ട് മുറിച്ചെടുക്കുമ്പോഴും ഉണ്ടാവാറുണ്ട്. ദാ ഇപ്പൊ ഈ കാണുന്ന ഒരു വലുപ്പത്തില് നമ്മളിപ്പോ കാണിച്ച രീതിക്കാണ് ചേമ്പിൻ തണ്ട് മുറിച്ചെടുക്കേണ്ടത്. കറി ഉണ്ടാക്കാനായിട്ട് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുക്കുന്ന സമയത്ത് അത്രയും ചൊറിച്ചിൽ തോന്നാറില്ല. ഇതിപ്പോൾ നമ്മളെ ഇങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളായിട്ടാണല്ലോ മുറിച്ചെടുത്തത്, അതുകൊണ്ടായിരിക്കാം ചെറിയൊരു ചൊറിച്ചിൽ തന്നെ ഉണ്ടാവാറുണ്ട്. നമ്മളെടുത്ത ഒരു ചേമ്പിൻ തണ്ട് ദാ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുന്നുണ്ടേ. അതിലേക്ക് 3-4 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചേർത്താനുള്ളത് വലിപ്പത്തിലുള്ള 2 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. സവാള ചേർത്തിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നമ്മൾ എത്രത്തോളം വഴറ്റിയെടുക്കണോ അതിനനുസരിച്ചിരിക്കും നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നതിന്റെ ടേസ്റ്റും. അതുകൊണ്ട് തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് സവാള ദാ ഇപ്പം ഈ കാണുന്നൊരു പരുവുണ്ടല്ലോ ഇതുപോലെ ആവുന്നത് വരെയും വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മളുടെ ഇന്നത്തെ മെയിൻ താരമായിട്ടുള്ള ചേമ്പിൻ തണ്ട് മുറിച്ചെടുത്തതുണ്ടല്ലോ അതുകൂടെ ചേർക്കാം. ചേമ്പിൻ തണ്ട് ചേർത്തിട്ടും മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി എടുത്തിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേമ്പിൻ തണ്ട് മുറിച്ചെടുത്ത സമയത്ത് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും തന്നെ ഇതുപോലെ ഒന്ന് ചുരുങ്ങി വരുവേ. ഉപ്പ് ചേർത്തിട്ട് എല്ലാ സൈഡിലും ആവുന്നത് വരെയും ഒന്ന് ഇളക്കിയെടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. 2 മിനിറ്റിന് ശേഷം തുറക്കുമ്പോൾ ചേമ്പിൻ തണ്ടിന്റെ അളവ് കുറച്ചുകൂടെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? ഇനിയിപ്പോൾ ഇതിനെ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞപ്പൊടിയും ഇതിന്റെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പൊടികൾ ചേർത്ത ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാണ് ഇളക്കിയെടുക്കാറുള്ളത്. നേരത്തെ 2 മിനിറ്റ് അടച്ചു വെച്ചതിൽ തന്നെ പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പൊടികളൊക്കെ ചേർത്ത് 3-4 മിനിറ്റ് സമയം മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കുമ്പോഴത്തേനും ചേമ്പിൻ തണ്ട് ആവശ്യത്തിന് വെന്ത് ദാ ഈ ഒരു പരുവത്തിൽ വരുവേ. ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പിന്നെ വേറെ ഒഴിച്ചു കറിയുടെ ഉപ്പേരിയുടെ ഒന്നും ആവശ്യമില്ല. ഇത് മാത്രമായിട്ട് ഇങ്ങനെ ചോറിൻ്റെ കൂട്ടത്തിൽ കുഴച്ച് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.